പറ്റുമോ? ഒരു ദൃശ്യം മോഡൽ ക്രൈമൊക്കെ ചെയ്യാൻ എളുപ്പമാണോ സർ കേരളത്തിൽ? രാജൻ കേസിലെ രാജൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. അത് ദഹിപ്പിച്ച ശേഷം അവിടുത്തെ 1-2 കെട്ടിടത്തിൻ്റെ ഭിത്തി കുമ്മായം പൂശി. ഈ മഴത്തുള്ളിക്ക് സത്യം ഉണ്ടെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പിടിച്ച് 10 കൊല്ലമായിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. 20 വർഷം 25 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ, എല്ലുപൊടിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സാർ അതിൽ നിന്ന് നമുക്ക് DNA എടുക്കാൻ പറ്റുമോ സാർ? ഇന്ന ആളാണെന്ന് തിരിച്ചറിയാൻ? വല്യമ്മയെ ബലാത്സംഗം ചെയ്തു, മരുമോളെ ബലാത്സംഗം ചെയ്തു, 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ ബലാത്സംഗം ചെയ്തു. ആ കേസ് ഇയാളെ കൈകെട്ടി. ഇപ്പോഴും സാറിന് അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് തോന്നിയ ഒരു വിക്ടിം, ഒരു കരച്ചിലോ സാറിൻ്റെ കാതിൽ നിന്നും കണ്ണിൽ നിന്നും അത് പോകുന്നില്ല എന്ന് തോന്നിയ ഒരു വിക്ടിം? അപ്പോൾ ഞാൻ ഈ ക്രൈമിനെ പറ്റി കേൾക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തെ മതിക്കുന്നത് ഈ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ സംഭവമാണ്. പല കേസിലും നമുക്കൊരു പ്രതിയെ പിടിച്ചിട്ട് വിക്ടിമിന് നീതി കൊടുക്കാൻ പറ്റിയ. നിയോ പ്രൈമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ദ ലെജൻഡാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. കേരള പോലീസ് ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ടുള്ള, ഏറ്റവും അർപ്പണബോധമുള്ള ദ നെയിം അലക്സാണ്ടർ ജേക്കബ്. സർ, ഇറ്റ്സ് എൻ ഓണർ ഹാവിങ് യു ഹിയർ സർ. ഞങ്ങളെല്ലാം സാറിൻ്റെ ഏർഡൻഡ് ഫോളോവേഴ്സാണ്. സാറിൻ്റെ ഓരോ കഥകളും സാറിൻ്റെ എക്സ്പീരിയൻസസും കേൾക്കാൻ വേണ്ടി ഇന്നും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഇറ്റ്സ് എ പ്രിവിലേജ് ഹാവിങ് യു സർ. വെരി ഗുഡ്, താങ്ക് യു സർ. ഇപ്പം സാറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. കാരണം ഇപ്പോൾ ദൃശ്യം എന്ന സിനിമയുടെ 3ാമത്തെ പതിപ്പ് വൻ ഹിറ്റായിട്ട്, ബ്ലോക്ക് ബസ്റ്ററായിട്ട് കേരളത്തിൽ റണ്ണിങ് ആണ്. കേരളത്തിലൊരു സാധാരണക്കാരന് സർ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് നടക്കാൻ പറ്റുമോ? ഒരു ദൃശ്യം മോഡൽ ക്രൈമൊക്കെ ചെയ്യാൻ എളുപ്പമാണോ സർ കേരളത്തിൽ? എളുപ്പമല്ല എങ്കിലും ചില സമയത്ത് ബോഡി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മർഡർ കേസ് തെളിയിക്കാൻ വേണ്ടി ബോഡി ആവശ്യമാണ്. അപ്പോൾ കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരാൾ കൊല്ലപ്പെട്ടു, അയാളെ കാണുന്നില്ല. പക്ഷേ അയാളുടെ ബോഡി ആ സമയത്ത് റോഡ് വീതി കൂട്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മണ്ണ് കണിങ്ങാൻ ലോറി കണക്കിന് കൊണ്ടുവന്ന് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മറിച്ചുകൊണ്ടിരുന്ന മണ്ണിനടിയിലോട്ട് രാത്രി അവൻ കൊണ്ട് ഈ ബോഡി കൊണ്ട് വെച്ചു. പിറ്റേ ദിവസം എൻ്റെ മണ്ടയ്ക്ക് ലോറി കണക്കിന് ഇങ്ങനെ മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ഇയേഴ്സ് യാതൊരു സൂചനയുമില്ല. അങ്ങനെ സൂചന ഇല്ലാതിരുന്നപ്പോൾ ഒരു തവണ ഈ ഒരു വലിയ മഴക്കാലത്ത് ഒരു മേളിൽ നിന്നൊരു ചാല് പൊട്ടിയിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ കൂടി ഒഴുകി വന്ന് ഈ മണ്ണ് ഇടിഞ്ഞു മാറിയപ്പോൾ ബോഡി ആ താഴെ ഇരിക്കുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇയാളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെറ്റീരിയൽ ആ ബോഡിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ബോഡി തിരിച്ചെടുത്തു. അവസാനമായിട്ട് വീട്ടിൽ വന്നു. കൊല്ലാൻ സാധ്യതയുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അറസ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കൊരു 4 വർഷം കഴിഞ്ഞു. കാസർഗോഡ് ഒരു കേസിൽ ഒരാളൊരു കൂട്ടുകാരനെ കൊണ്ട് വേട്ടയാടാൻ പോയിട്ട് കാട്ടിക്കൊണ്ട് അവിടെ വെച്ച് വെടികൊണ്ട് താഴെ വീണപ്പോൾ അയാൾ പറഞ്ഞു, ഈ പെയ്യുന്ന മഴത്തുള്ളികൾക്ക് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നിന്നെ പിടിക്കപ്പെടൂടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഈ ബോഡി ഡിസ്പോസ് ചെയ്തിട്ട് 10 കൊല്ലം ഒന്നും സംഭവിച്ചില്ല. 10 കൊല്ലം ഒന്നും സംഭവിച്ചില്ല. ഒരു തവണ ഇങ്ങനെ ചാറ്റമഴ പെയ്തപ്പം ഇവനും ചിരിച്ചു. ഭാര്യ വെച്ച് എന്താ ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതേ, പണ്ട് ഞാൻ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ മഴത്തുള്ളികൾക്ക് സത്യം ഉണ്ടെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പിടിച്ച് 10 കൊല്ലമായിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ ഭാര്യയ്ക്ക് ഷോക്കായിപ്പോയി. തൻ്റെ ഭർത്താവ് ഒരു കൊലപാതകം ചെയ്ത ആളാണ്. ആ സ്ത്രീ വളരെ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇയാൾ വളരെ നല്ലവനാണെന്നുള്ള ധാരണയിലാണ് ഈ ഭാര്യ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഭർത്താവ് ഒരു കൊലപാതകയാണെന്ന് കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര ഷോക്കായി. അങ്ങനെ സ്ത്രീ അത് എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കണ്ടില്ലേ, അയാളൊരു കൊലപാതകം ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, 48 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ അത് പോലീസിനെ അറിയിച്ചു. രാംദാസ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ സർക്കിൾ ഇൻസ്പെക്ടർ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് ഈ കുഴിച്ചിട്ട് അസ്ഥിബന്ധനം പുറത്തെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ആ കേസ് അന്വേഷിച്ച് അവനെ ശിക്ഷിച്ചു. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിനകത്ത് ഈ ദൃശ്യ സിനിമയിൽ കാണിക്കുന്ന പോലെ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നത് ആ രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചില വർഷങ്ങളോളം ആ കേസ്
തെളിയിക്കപ്പെടില്ല. എന്നാൽ പൂർണ്ണമായ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അപൂർവം ചിലർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ രാജൻ കേസിലെ രാജൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. കരുണാകരൻ്റെ മന്ത്രിസഭ വീഴാൻ കാരണഭൂതമായി എഞ്ചിനീയർ സ്റ്റുഡൻ്റായ രാജൻ. അപ്പോൾ രാജനെ കൊന്ന ശേഷം ബോഡി വസ്ത്രമൊക്കെ മാറ്റി ഒരു കക്ക നീട്ടുന്ന, അപ്പോൾ ഈ കക്കയത്തിനടുത്ത് കക്ക നീട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതിനകത്തുകൊണ്ട് വെച്ച് അത് ദഹിപ്പിച്ച ശേഷം അവിടുത്തെ 1-2 കെട്ടിടത്തിൻ്റെ ഭിത്തി കുമ്മായം പൂശി. ബോഡി കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ കേസ് ഹൈക്കോടതിയിൽ പോയി, ഒരുപാട് സ്ഥലത്ത് പോയി. അപ്പോൾ ഒരു ബോഡി കിട്ടിയില്ലെങ്കിൽ ആ കേസ് തെളിയുന്ന കാര്യം ഫിസിക്കൽ എവിഡൻസ് വേണ്ടേ ആൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ, അല്ലാത്ത കേസ് തെളിയിക്കപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ കൊല്ലത്തെ ഒരാളെ കടലിൽ കൊണ്ടുപോയി കൊന്നു എന്ന് പറഞ്ഞാൽ വലിയ കേസായി. അന്ന് മുൻമന്ത്രി ബേബി ജോണിനെതിരെ ഈ കേസ് അങ്ങോട്ട് പ്രയോഗിച്ചു. അപ്പം സാധാരണ 10,000-കണക്കിന് വോട്ട് ജയിച്ചുകൊണ്ടിരുന്ന ബേബി ജോൺ ആ ഇലക്ഷന് കഷ്ടിച്ച് 750 വോട്ടിനാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഇയാൾ ഇവിടുന്ന്, ഈ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് കർണാടകയിൽ പോയി താമസിച്ചു. കർണാടക പോയി താമസിച്ച് ഒരു 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾക്കാകെ മനസ്താപമായി. അയാളങ്ങനെ മനസ്തപിച്ചിരിക്കുമ്പം ഈ കൊല്ലത്തുനിന്നൊരാൾ ഇയാൾ താമസിക്കുന്ന സ്ഥലത്തൂടെ പാസ് ചെയ്തു. നോക്കിയപ്പോൾ ഈ ചത്തെന്ന് പറഞ്ഞവൻ കടലിലിരുന്ന് ചായ കുടിക്കുന്നു. അയാൾ തിരിച്ച് കൊല്ലം പോലീസിനെ അറിയിച്ച് ഈ കടലിൽ മുക്കിക്കൊന്നു എന്ന് പറഞ്ഞ ആൾ ചത്തിട്ടില്ല, അയാൾ കർണാടകയിലോട്ട് വന്നു. അങ്ങനെ അയാളെ പോയി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ 8 വർഷത്തേക്ക് ബേബി ജോൺ ഒരാളെ കൊന്നു, യശസ്വീരനായ മുൻ മന്ത്രി ഒരാളെ കൊന്നു എന്ന് തെറ്റായ ഒരു വിശ്വാസം ജനങ്ങളിലുണ്ടായിരുന്നു. ആൾ ജീവനോട് വന്നപ്പോഴാണ് അത് പോയത്. ചിലപ്പോൾ കൊല്ലപ്പെടുമ്പോൾ ഇത് റിവേഴ്സ് ഡയറക്ഷൻ ചിലപ്പോൾ പോവും. ഉദാഹരണത്തിന് പാലക്കാട്ടെ ഒരു കേസിൽ 2 പേര് തമ്മിൽ വഴക്കുണ്ടായി. നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലുടാ എന്നിവൻ ഭീഷണിപ്പെടുത്തി. ഇതാ കടയിലിരുന്ന് കള്ളുഷാപ്പ 5-8 പേര് കേട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇയാളെപ്പോലെ കയ്യിലെടുത്ത് ഇയാളുടെ സെയിം ശരീര സ്ട്രക്ചറുള്ള ഒരു ബോഡി മുഖം കരിച്ച ശേഷം 1 കിലോമീറ്റർ അപ്പുറത്തുകൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ കേസെടുത്തു. ചന്ദ്രനെ അറസ്റ്റ് ചെയ്തു. കാര്യം ചന്ദ്രൻ മറ്റേ ആളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അയാൾ കൊല്ലപ്പെട്ടു. കേസ് വന്നിട്ട് കേസ് ജില്ലാ കോടതി വന്ന് അവസാനം കേസ് മഹാനായ ഒരു ജഡ്ജിയുടെ അടുത്താണ് എത്തിയത്. അപ്പോൾ ഒരു കൊലക്കേസ് അന്വേഷിക്കുമ്പോൾ 6 ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് കിൽഡ്, ആരാണ് കൊല്ലപ്പെട്ടത്. 2, ഹൗ വാസ് ഹി കിൽഡ്, എങ്ങനെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. 3, വേർ വാസ് ഹി കിൽഡ്, എവിടെയാണ് കൊല്ലപ്പെട്ടത്. 4, വെൻ വാസ് ഹി കിൽഡ്, ഏത് സമയത്താണ് ഇയാൾ ഏത് ദിവസം ഏത് സമയത്താണ് കൊല്ലപ്പെട്ടത്. 5, ഈ ഹൂ കിൽഡ് ഹിം, ആരാണ് അയാളെ കൊന്നത്. 6, വൈ വാസ് ഹി കിൽഡ്, കൊല്ലാനുള്ളതിൻ്റെ റീസൺ എന്താണ്. ഈ 6 ചോദ്യം. അപ്പോൾ കർണാടകക്കാരനായ ജഡ്ജി കേസെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ള 5 ചോദ്യവും ഞാൻ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമ്മതിക്കുന്നു. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് കിൽഡ്, തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ആ കൊലക്കേസ് പ്രതി 100% പേരും പോലീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അയാളാണ് കൊന്നെന്ന് വിശ്വസിച്ചിരുന്നു. കാര്യം ഭീഷണി മുഴക്കിയ ആളിൻ്റെ സെയിം ശരീരം, സെയിം കൈലി, സെയിം ബനിയൻ, മുഖം മാത്രം കരിച്ചിട്ടുണ്ട്. അങ്ങനെ ബോഡിയാണ് കണ്ടെത്തിയത്. നേരം മുഴുവൻ കൊല്ലുമെന്ന് ഇയാൾ വരട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഈ കേസ് പബ്ലിഷ് ചെയ്ത ശേഷം ഈ വിവരം ഈ കൊല്ലപ്പെട്ട ആൾ തമിഴ്നാട്ടിൽ ജീവിക്കായിരുന്നു. അയാൾ ഈ പത്രം കണ്ടു, ഇങ്ങനൊരു കേസ് കേരളത്തിൽ നടന്ന കേസിൻ്റെ ഒരു റിപ്പോർട്ട് തമിഴ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ കൊല്ലപ്പെടുമെന്ന് പേടിച്ചിട്ട് ഇയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മറ്റേ ആൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, മനസ്സിലാവുന്നു. ഇയാൾ ഈ വാർത്ത കണ്ടിട്ട് തിരിച്ച് പാലക്കാട്ട് വന്നു. അപ്പോൾ ജസ്റ്റിസ് ഭട്ട്, ആ ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് ഭട്ട് എന്നാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മഹാനായ ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് ഭട്ട്. അപ്പോൾ ഇയാൾ തിരിച്ചു വന്നപ്പോഴാണ് ഈ ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റ് ബാക്കി 6-5 ചോദ്യവും കറക്റ്റാണ്.
ഹൂ വാസ് കിൽഡ്, കൊല്ലപ്പെട്ട ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശരിയായിട്ടില്ല. മുഖം കരിച്ചിട്ടുണ്ടെങ്കിലും ആളിനെ ഐഡൻറ്റിഫൈ ശരിയായില്ലെന്നാണ്. ആ ജസ്റ്റിസ് ഭട്ടിനെ സെഷൻ ജഡ്ജായിരുന്നത് ഹൈക്കോടതിയിൽ റേസ് ചെയ്തു. അവസാനം ജസ്റ്റിസ് ഭട്ട് ആസാമിൽ പോയി ആസാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്തു. എപ്പോഴും ഞാൻ കാണുമ്പോൾ കൈകൂപ്പി ആദരവോട് നിൽക്കുന്ന ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് ഭട്ട്. അപ്പോൾ ചില കേസിൽ ബോഡി കണ്ടതുകൊണ്ടോ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടോ ആ കുറ്റവാളി അയാളാകണമെന്നില്ല. അപ്പോൾ ഈ ദൃശ്യ സിനിമയുടെ പ്രശ്നം പോലീസിന് സെർച്ച് ഔട്ട് ചെയ്യാനൊക്കാത്ത രീതിയിൽ ആ ബോഡി ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പോലീസിന് ആ കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം സാർ ഇപ്പോൾ ബോഡി സാർ പറഞ്ഞു ഒരാൾ അത് മറവ് ചെയ്തു, 20 വർഷം 25 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ എല്ലുപൊടിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സാർ അതിൽ നിന്ന് നമുക്ക് DNA എടുക്കാൻ പറ്റുമോ സാർ? ഇന്ന ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റും? പണ്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഡെഡ് ബോഡിയിൽ നിന്ന് DNA സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നോളജി ശാസ്ത്രം കണ്ടെത്തി 2004. അങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ 4500 കൊല്ലത്തിന് മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ ശരീരം കിട്ടി. ആ ശരീരത്തിൻ്റെ എല്ലെടുത്തിട്ട് DNA ടെസ്റ്റ് ചെയ്തു. DNA ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യനും ഈ ഇറാനിലെ ആളുകളും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്താണ് വടക്കേ ഇന്ത്യൻ ജനവിഭാഗം. അപ്പോൾ ആര്യന്മാർ ആക്രമിച്ച് ഇന്ത്യയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് ആര്യൻ മിക്സിങ് ഉണ്ടെന്നൊക്കെ തിയറി വന്നു. പക്ഷേ ഈ സ്ത്രീയുടെ ബോഡി എടുത്ത് പരിശോധിച്ചപ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ ആര്യൻ ഗ്രൂപ്പില്ല, R1A R1B ഇല്ല. അപ്പോൾ പ്യൂർ ദ്രവീഡിയനാണ് അല്ലെങ്കിൽ ലോക്കലാണ് ആ സ്ത്രീ എന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊരു 15 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനൊരു 4000 വർഷത്തിന് മുമ്പുള്ളൊരു എല്ലിനകത്തുനിന്ന് ഡീറ്റെയിൽസ് കണ്ടെത്താൻ പറ്റുള്ളൂ. പണ്ട് ഈ പോലീസിന് ഈ കപ്പാസിറ്റി ഇല്ല. ഞാനൊക്കെ സർവീസുള്ള സമയത്ത് ഈ കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഇപ്പോൾ പോലീസിന് കണ്ടെത്താൻ പറ്റും. ഒരു എല്ല് കിട്ടിക്കഴിഞ്ഞാൽ എല്ലിനകത്തുനിന്ന് ഇതാരുടെയാണ് ഈ ബോഡിയെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ സാർ ഇത്രയും ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള സാറിന് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ട് തോന്നിയ ഒരു കേസ് ഏതായിരിക്കും? ഒരൊറ്റ സിംഗിൾ കേസ്. ഇപ്പോഴും സാർ ഉറങ്ങുമ്പം ഏതെങ്കിലുമൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു അബോധ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു നൊട്ടോറിയസ് നെയിം, ഒരു നൊട്ടോറിയസ് ഫിഗർ, അതായത് ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ, ഇയാളിതെങ്ങനെ ചെയ്തു ഇത് എന്ന് സാറിനെ പോലും അമ്പരപ്പിച്ച ഒരു പേര് ചോദിച്ചാൽ ഏതായിരിക്കും? പേര് പറയുന്നതിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ, അയാൾ വിവാഹം കഴിച്ചിട്ട് ഭാര്യ ഡൈവോഴ്സായിപ്പോയി. ഓക്കെ. അപ്പോൾ ഇയാളൊരു പ്രൈവറ്റ് ബസ് ഓണറാണ്. ഇയാൾക്ക് 4-5 ബസ്സുണ്ട്. ഇയാൾ ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഈ ബസ്സിനകത്ത് കയറി ആ ബസ്സിനകത്തുള്ള കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ അയാളെ നോക്കി വെക്കും. എന്നിട്ട് ഈ സ്ത്രീ ഇറങ്ങുന്ന സ്ഥലത്ത് അയാൾ ഇറങ്ങിയിട്ട് ഈ സ്ത്രീ വീട്ടിൽ പോകുമ്പം ഇയാൾ ഫോളോ ചെയ്തിട്ട് ആ വീട് ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആ വീട്ടിൽ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ, പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ രാത്രിയിൽ, ഇത് ഇയാൾ ഗവേഷണം നടത്തും. എന്നിട്ട് ഇയാൾ അടുത്തൂടെ പോയി രാത്രിയിൽ അവിടെ കയറി ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യും. 21 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. 21 വിമനെ ബലാത്സംഗം ചെയ്തു. അവസാനം കൊടുങ്ങല്ലൂർ പ്രദേശത്ത് എന്നിട്ട് ഒരു വീട്ടിൽ കയറിയപ്പോൾ 3 സ്ത്രീകളാണ്. വല്യമ്മയെ ബലാത്സംഗം ചെയ്തു, മരുമോളെ ബലാത്സംഗം ചെയ്തു, കൊച്ചുമോള് ഒരു 17 വയസ്സുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ ബലാത്സംഗം ചെയ്തു. ആ കേസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ആ കേസ് ഇയാളെ കൈക്കിട്ടി. ആ കേസ് സെഷൻ കോടതി ശിക്ഷിച്ചു. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ സാധാരണ ഒരു കുറ്റവാളി എത്ര ഹാർഡ് ക്രിമിനൽ ആണെങ്കിലും, കൊലക്കേസൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും, ഇടക്കാല ജാമ്യം. പിന്നെ വീട്ടിലൊരു കല്യാണം നടന്നു അല്ലെങ്കിൽ വീട്ടിൽ മരണം നടന്നു, അവരെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ജാമ്യം കിട്ടും. ആ കേസിൽ ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു ഹൈക്കോടതി ജഡ്ജി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കേസ് ചെന്നു. ചേറ്റൂർ ശങ്കരൻ നായർ ആ ജഡ്ജ്മെൻ്റ് അടിയിൽ എഴുതി, ഹീ ഷാൽ നോട്ട് സീ ദ ഔട്ട്സൈഡ് ഓഫ് എ പ്രിസൺ ടിൽ ഡെത്ത്. മരണം വരെ അവനെ ജയിലിന് പുറത്ത് വിടരുത്. കാരണം ഇവൻ ജയിലിൽ നിന്ന് പുറത്ത് വിട്ടാൽ അവൻ ഏതെങ്കിലും സ്ത്രീയെ ബലാത്സംഗം ചെയ്യും. അത് തിരുവനന്തപുരത്തോ സ്ഥലമൊന്നും പ്രശ്നമല്ല, അവൻ പാലക്കാട് തൊട്ട് തൃശ്ശൂർ തൊട്ട് എറണാകുളം തൊട്ട് 4 ജില്ലയിൽ അവൻ ബലാത്സംഗം ചെയ്തു. കോടീശ്വരനാണ്. അവൻ വിവാഹം കഴിച്ച് ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ഡിവോഴ്സായി. ആ സ്ത്രീയെ പിന്നീട് ഞങ്ങൾ കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവന് ഈ നോർമൽ ലൈംഗിക വീഴ്ചയ്ക്ക് പകരം ലൈംഗിക വൈകൃതം ചെയ്യുന്നതാണ് പിന്നെ ഇഷ്ടം. അപ്പോൾ ഇതാ സ്ത്രീ പറഞ്ഞ് ഒക്കത്തില്ല, യു നോർമലി എൻജോയ് മൈ ബോഡി, പക്ഷേ എന്നെ ഈ വൈകൃതമൊന്നും കാണിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ജയിലിൽ വന്നു. 36 വർഷം ഇയാൾ ജയിലിൽ കിടക്കുക. അപ്പോൾ ഞാൻ ജയിൽ DGP ആയി. അപ്പോൾ
ചെറുപ്പകാലത്ത് ഞാൻ കേട്ട കേസാണ്, അല്ലെങ്കിൽ ഞാൻ IPS കിട്ടിയ കാലത്ത് നടന്ന കേസാണ്. ഞാൻ ജയിലിൽ ചെന്ന് ഇയാളുടെ മനഃശാസ്ത്രം ഒന്ന് അറിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, എടോ എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. അപ്പോൾ ജയിൽ സൂപ്രണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പരത്തേറിയൊരു 4 വാക്കങ്ങ് പറഞ്ഞു, അവൻ എന്തിനാണ് കാണാൻ പോകുന്നതെന്ന്. കാരണം ഈ ജയിൽ സൂപ്രണ്ട് മനസ്സിൽ പോലും ഒരു പെൺകുട്ടിയുള്ള അപ്പനാണ് ആ ജയിൽ സൂപ്രണ്ട്. അപ്പോൾ ആ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത വൈരാഗ്യയുടെ മനസ്സിൽ കിടപ്പിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ചോയ്സസ്റ്റ് അബ്യൂസ് 4 വന്നിട്ട് പറഞ്ഞു, അവനെ എന്തിനാണ് കാണുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറ്റവാളിയുടെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം, അതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു 14 കഴിഞ്ഞപ്പോൾ ഞാൻ ജയിലിനകത്ത് പോയി. സാധാരണ യൂണിഫോം ഇട്ടാണ് എപ്പോഴും ജയിലിൽ കയറുന്നത്, ജയിൽ DGP അല്ലേ. ഞാനന്ന് യൂണിഫോം ഇടാതെ പോയി. ഭൂമിയിൽ ഒരു കോടതിയും ശിക്ഷിക്കാത്ത കേസിൽ പോലും ഈശ്വരൻ ചില ശിക്ഷ കൊടുക്കും. അപ്പോൾ ഞാൻ ഇയാളെ കാണാൻ പോകുന്നതിനൊരു 1 കൊല്ലം മുമ്പ് ഇയാൾക്ക് നട്ടലിനകത്ത് ഒരു സ്ട്രോക്ക് ഉണ്ടായിട്ട് ഇയാളുടെ 2 കാലും തളർന്നുപോയി. സെക്സ് ഓർഗൻ ഉൾപ്പെടെ കംപ്ലീറ്റ് തളർന്നുപോയി. ഇയാൾക്ക് നടക്കാൻ വയ്യ. ഇയാൾ തറയിലിരുന്ന് ഇങ്ങനെ ഇഴഞ്ഞാണ് ഇയാൾ പോകുന്നത്. ഇഴഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇയാളുടെ ബോഡിക്ക് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയ പക്കികളൊക്കെ വന്നിട്ട് ഇയാളുടെ സ്കിന്നിൽ കുത്തും. എന്നിട്ടത് ആ മുട്ടയിടും. ഈ മുട്ട അങ്ങോട്ട് പുഴുവാകും. പുഴുവായിട്ട് ഇയാൾ രാവിലെ ഈ പിച്ചാത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് പുഴുക്കളെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ ഒരു കുറ്റവാളിയെ വിടില്ല എന്ന് മഹാഭാരതത്തിലും രാമായണത്തിലും വേദപുസ്തകത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈശ്വരൻ ശരിക്കും ഇവനെ ശിക്ഷിച്ചത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വരൻ നീതിമാനാണ്, ഇവനെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോ എന്ന്. അപ്പോൾ ഞാനോട് ചോദിച്ചു, എൻ്റെ ഗോവിന്ദ, നീ ഇത് ചെയ്തതിനകത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞില്ല, ഞാനൊരു പുരുഷനാണ്, എനിക്കൊരു സ്ത്രീയെ പ്രാപിക്കാൻ അവകാശമുണ്ട്. അത് പൈസ കൊടുത്ത് കിട്ടുമോ അങ്ങനെ ചെയ്യും. കൺസെൻറ്റ് കിട്ടി മേടിച്ചതിനും കല്യാണം കഴിച്ചു, അവളെൻ്റെ നിന്ന് പിണങ്ങിപ്പോയി. അപ്പോൾ പൈസ കൊടുത്തും കിട്ടുന്നില്ല, കൺസെൻറ്റും കിട്ടുന്നില്ല, ഞാൻ ബലം പ്രയോഗിക്കും. ബട്ട്സ് എ പ്രോബ്ലം, ആസ് എ മെയിൽ പേഴ്സൺ ഇറ്റ് ഈസ് മൈ റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലടാ, നീ 21 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, പോട്ടെ, മധ്യവയസ്കരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് സമ്മതിക്കാം. നീ അവിടെ കയറി മുത്തശ്ശിയെയും മരുമോളെയും കൊച്ചുമോളെയും കൂടെ ബലാത്സംഗം ചെയ്തു. നീ മുത്തശ്ശിയിലും മരുമോളും നിർത്തണ്ടായിരുന്നു, നീ ഈ കൊച്ചുമോളെ തന്നെ തൊട്ടെ. ബാക്കി 2 വിവാഹം കഴിച്ച സ്ത്രീകളാണ്, ഇത് വിവാഹം കഴിക്കാത്തൊരു കന്യകയായ ഒരു പെൺകുട്ടി നീ എന്തിനാ ചെയ്തതെന്ന് വെച്ചു. അത് പുരുഷൻ എന്നുള്ളതൊക്കെ എൻ്റെ അവകാശമാണ് എന്ന് ഇവൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ എടുത്തിട്ട് ഒരു സൈക്കോളജിക്കൽ അനാലിസിബിൾ ഈ മനുഷ്യനെ അനാലിസ് ചെയ്തു. അപ്പോൾ അയാളെ ഓരോ ബലാത്സംഗം നടത്തിയ പ്ലാനിങ് എന്നെ അമ്പരത്തി കളഞ്ഞു. അത് ഒരു വീട് ഒരു റോഡിൽ നിന്നൊരു 100 മീറ്റർ പോയിട്ട് ഒരു വയലിൻ്റെ കരയിലാണ്. അപ്പോൾ ഇയാൾ ഈ വയലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള സ്ഥലത്ത് വന്ന ശേഷം ഇപ്പോൾ ഇയാളുടെ കൂടെ ഒരു ബസ് കണ്ടക്ടറായ ഒരു ഗുണ്ടയുണ്ട്. അപ്പോൾ ഇയാളെ ഈ വീടിൻ്റെ സ്വപ്പം ദൂരം നിർത്തിയേക്കും, മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അവനോട് പറഞ്ഞു, നീ സ്കൂട്ടറിൽ അവിടെ വന്ന് നിൽക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഓടി വരും, അപ്പോൾ നീ എന്നെ രക്ഷിക്കണം. ഇവൻ ആ വയലിൻ്റെ അപ്പുറത്ത് ഇറങ്ങിയിട്ട് ഈ വയലിൽ കൂടെ ചെളിക്കടയിൽ കൂടെ നടന്ന് ഇപ്പുറത്ത് വന്ന് ആ വീടിൻ്റെ പുറകിൽ കൂടെയാണ് അകത്ത് കയറുന്നത്. ഈ വല്യമ്മയും മരുമോളെയും കൊച്ചുമോളെയും ബലാത്സംഗം ചെയ്ത വീട്ടിൽ. എൻ്റെ നോർമൽ ഡ്യൂട്ടി പെട്ടതല്ലെങ്കിലും ഞാൻ ആ വീട് കാണാൻ പോയി, ആ കൊടുങ്ങല്ലൂർ വീട് കാണാൻ പോയി. അപ്പോൾ ഓരോ ക്രിമിനൽ അങ്ങോട്ട് ക്രൈം പ്ലാൻ ചെയ്യുന്നത് എത്ര മെറ്റിക്കുലസാണ്. ചില സ്ത്രീകളെ ബലാത്സംഗം 6 മാസത്തോളം റിസർച്ച് ചെയ്തു. 6 മാസം റിസർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് വീട്ടിൽ പ്രാപിക്കാൻ പറ്റും, സ്ത്രീ ശബ്ദം വെച്ചാൽ അത് കേൾക്കാർക്ക് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള ഗവേഷണമാണ്. അപ്പോൾ ക്രിമിനൽസിൻ്റെ മൈൻഡിലുള്ള ഗവേഷണം അപാരമായ ഗവേഷണമാണ്. പിന്നെ ലാസ്റ്റിൽ അവൻ എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ ബലാത്സംഗം ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഞാൻ കൊന്നില്ലല്ലോ, ഒരു സ്ത്രീയും കൊന്നിട്ടില്ലല്ലോ. ഐ കുഡ് ഹാവ് മർഡേഡ് ഓൾ ദി 21 ഓഫ് ദം. ഞാൻ കൊന്നില്ലല്ലോ. ഞാൻ എൻ്റെ ശരീരസുഖത്തിനൊരു സ്ത്രീ ഉപയോഗിച്ചു, അവൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഷീ കുഡ് ലിവ് ദ ബാലൻസ് ഓഫ് ഹെർ ലൈഫ് വിത്തൗട്ട് എനി പ്രോബ്ലം. സോ വൈ ഷുഡ് യു കംപ്ലൈൻ? അവൻ്റെ ക്രിമിനൽ മൈൻഡ് പോകുന്ന ആംഗിളാണ്. അപ്പോൾ ചില കേസിൽ നമ്മളിങ്ങനെ, ഇത് എൻ്റെ ജീവിതത്തെ ഏറ്റവും എനിക്ക് മാനസികമായിട്ട് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റാത്തൊരു കേസാണ് ഈ പ്രതി. ഒരു ബലാത്സംഗം പൊട്ടി 2 ബലാത്സംഗം പൊട്ടി 21 വിമൻ. ലാസ്റ്റ് കേസിൽ ഇൻ എ സിംഗിൾ ഹൗസ് വിമൻ ഓഫ് 3 generations ആർ റേപ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റിൽ ഹീ ഈസ് നോട്ട് കൺഫസ് ചെയ്തിട്ടില്ല. ഇപ്പം അയാൾ
ജയിലിൽ കിടക്കുന്നിട്ട് 46 വർഷമായി അയാൾ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോഴും ജയിലിനകത്ത് ഇല്ല, അയാൾക്ക് പുറത്ത് നോക്കത്തില്ല. ചത്തായാലും രക്ഷപ്പെടുത്തുള്ളൂ. ചിറ്റൂർ ശങ്കരനാഥൻ ജഡ്ജിയുടെ ഓർഡറാണ്, ഹി ഷാൽ നോട്ട് സീ ദ ഔട്ട്സൈഡ് ഓഫ് എ പ്രസൻ ടിൽ ഡെത്ത്. മരണം വരെ പോകാൻ പറ്റുകയില്ല. പറ്റത്തില്ല. ഇത്രയും സാറ് പറയുമ്പോഴും ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യം സാറ് പറഞ്ഞു, സാറിനെ വിടാതെ പിന്തുടരുന്ന ഒരു വിക്ടിമിൻ്റെ മുഖമുണ്ടെങ്കിൽ, അത് പേരൊന്നും സാറ് പറയണ്ട, അതൊരു കുട്ടിയാകാം, സാറിനെ ഇപ്പോഴും സാറിനത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് തോന്നിയ ഒരു വിക്ടിം, ഒരു കരച്ചിലോ സാറിൻ്റെ കാതിൽ നിന്നും കണ്ണിൽ നിന്നും അത് പോകുന്നില്ല എന്ന് തോന്നിയ ഒരു വിക്ടിം, പേരേ പറയണ്ട, വി ഡോണ്ട് നോ വോണ്ട് ദ നെയിംസ്, നെയിം ഒന്നും വേണ്ട, അതേത് കേസിലെ വിക്ടിമാണെന്ന് ഞങ്ങൾക്ക് സാറിന്. എന്നെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ഒരു വിധവ സ്ത്രീക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. അതിലെ മൂത്ത മകളെ ഒരാൾ പ്രേമിച്ചിട്ട് ബലാത്സംഗം ചെയ്തതെന്ന് കരുതപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ തെളിവൊന്നും കിട്ടിയില്ല. അവൾ വീട്ടിൽ വന്ന ശേഷം അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, നീ എന്തിനാ കരയുന്നതെന്നു. അത് അമ്മയോട് പറയാൻ പറ്റാത്തൊരു സംഭവമാണ് അമ്മയെന്നൊക്കെ പറഞ്ഞു. അവൾ രാത്രിയിൽ പുറത്തോട്ടിറങ്ങി കിണറ്റിൽ ചാടിക്കളഞ്ഞു, സൂയിസൈഡ് ചെയ്തു. അപ്പം ഞാൻ തലശ്ശേരിയിൽ ASP under ട്രെയിനിങ്ങാണ്, കൂത്തുപറമ്പിലാണ് എൻ്റെ ട്രെയിനിങ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കാലിൽ വിരലൊടിച്ച ആ പോലീസ് സ്റ്റേഷൻ, അവിടെയാണ് എൻ്റെ ട്രെയിനിങ്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് SP എന്ന് പറയുന്നത് മുമ്പ് തമിഴ്നാട് ഗവർണറായിരുന്നു, ഇപ്പം ബംഗാളിൽ ഗവർണറായ R. N. Ravi സാറാണ് എൻ്റെ ട്രെയിനിങ് ഓഫീസർ. അദ്ദേഹമാണ് എന്നെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ രാവിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി പോയി. അപ്പം ഞാൻ ഈ രംഗത്ത് നിന്ന് അറിയാതെ കരഞ്ഞുപോയി. എൻ്റെ അപ്പം 16 വയസ്സിൽ മരിച്ചതാണ്. അപ്പോൾ എന്നെ വിധവയായ അമ്മയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിധവ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് 2 പെൺമക്കളെ വളർത്തുന്നു. അതിലൊരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ അത് അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ആയിരുന്നു, ഞാൻ അവനെ പിടിച്ച് അവനെ ജയിലിനകത്ത് ആക്കിയതിനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിക്കരയുന്ന കണ്ടപ്പോഴത്തേന് അന്ന് പോലീസ് സ്റ്റേഷനിലെ SI രാജൻ വന്ന് എന്നെ ഇഞ്ഞ് പിടിച്ച്, എന്തോ സാറേ പൊട്ടിക്കരയുന്നത്, പോലീസ് എന്നെ നാണം കെടുത്തുന്നു, ജനങ്ങളുടെ മുമ്പ് വെച്ച് യൂണിഫോം ഇട്ട് ASP എന്ന് കരയുന്നു, എന്തൊരു നാണക്കേട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസ് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവരുടെ മനസ്സങ്ങ് ഹാർഡാവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഒരിക്കലും പോലീസിൽ കയറാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ പള്ളിയിൽ അച്ഛനാണെന്ന് ആഗ്രഹിച്ച് പോയി, പക്ഷേ എന്നെ തിരുമേനി എടുത്തില്ല. അതുകൊണ്ട് സെമിനാരിൽ ചേർന്നില്ല. പിന്നെ ഞാൻ ബാങ്കിലെ പരീക്ഷ എഴുതി ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് ദിവസവും ബാങ്കിൽ പോയിട്ട് നീ പണമിടപാട് ചെയ്യാനുള്ള ഒരു ബാലൻസ് ഇല്ല. അപ്പോഴാണ് മാർഗൺ സ്കോളർ ലെക്ചറായിട്ട് കിട്ടി. അങ്ങനെ ലെക്ചറായിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് ലെക്ചറായിട്ട് വർക്ക് ചെയ്ത് ഒരു ടീച്ചറായിട്ട് അനേകായിരം കുട്ടികൾക്ക് മാർഗദർശനം ജീവിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ചന്ദ്രൂരിൽ പോയിട്ട് നമ്മുടെ ഭൃഗു സംഹിത പരിശോധിച്ചപ്പം അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, നാട് ഭരിക്കുന്ന പരീക്ഷ അങ്ങ് എഴുതണം, അങ്ങ് തലയിൽ കിരീടം വെക്കുന്ന സർവീസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. എന്നോട് തലയിൽ കിരീടം സർവീസായിരുന്നു. ഞാൻ IPS അത് സാറിന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒന്ന് എഴുതിയേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് IPS കിട്ടി. അപ്പോൾ ഞാൻ ഒരു ചാൻസ് കൂടെ എടുത്തു, IAS ആക്കിയിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടാമത്തെ എഴുതിയപ്പോഴും എനിക്ക് വീണ്ടും IPS തന്നെയാണ്. 4000 കൊല്ലത്തിന് മുമ്പ് ഭൃഗുവിന് എഴുതി വെച്ച തന്നെ സംഭവം. അങ്ങനെയാണെങ്കിൽ പോലീസ് അപ്പോഴത്തേക്ക് എനിക്ക് ലെക്ചർ ജോലി രാജിവെച്ചുമ്പോൾ എനിക്ക് തിരിച്ചു പോകാനും വയ്യ. അത് രാജിവെച്ചിട്ടാണ് IPS ട്രെയിനിങ്ങിന് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് രണ്ടാമത് എഴുതിയപ്പോഴും വീണ്ടും IPS. അപ്പോൾ ഉള്ള ജോലി പോവുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ബാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലാവധി പോയി. അപ്പോൾ ബാങ്കിലും പോകാൻ വയ്യ, കോളേജ് ലെക്ചറായിട്ടും പോകാൻ വയ്യ, ഈ കിട്ടിയ IPS എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ IPSലായിപ്പോയതാണ്. എനിക്കൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു മനക്കെട്ടിയോ ഒരു ലാത്തി ചാർജ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. ഇപ്പോൾ ഈ SI രാജന് സഹിക്കുന്നില്ല, IPS ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് പോലീസിനെ നാണം കെടുത്തുന്ന രാജൻ പറയുന്നത്. പക്ഷേ ഏത് പുരുഷനാണ് അത് ചെയ്തതെന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കുറേ അന്വേഷിച്ച പ്രതിയെ പിടിക്കാൻ വേണ്ടി. പക്ഷേ ഈ പെൺകുട്ടി അമ്മയോട് എന്തെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ പൊക്കിയനായിരുന്നു. പക്ഷേ പറയാത്തതുകൊണ്ട് സ്കൂളിലോ അല്ലെങ്കിൽ അന്ന് അവൾ കണ്ടിട്ടുണ്ടാവുന്ന പുരുഷന്മാരെ ആരെയും ലൊക്കേറ്റ് ചെയ്യാൻ അന്വേഷിച്ചിട്ടൊന്നും തുമ്പ് കിട്ടിയില്ല. പക്ഷേ ഞാൻ പിന്നെ
ആ വിധവ സ്ത്രീക്ക് വേണ്ടി കുറേ പണിയെടുത്ത് അവളുടെ ആ വീട് ചെറിയൊരു കുടിലായിരുന്നു, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പണി ചെയ്തു. ഈ ഇളയ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ സാമ്പത്തിക സഹായം പലരെ കൊണ്ടും ചെയ്യിപ്പിച്ച് ആ കുട്ടി ഭംഗിയായിട്ട് പഠിച്ച് അവസാനം ഒരു സ്കൂൾ ടീച്ചറായിട്ട് മാറി പിന്നീട്. അപ്പോൾ ഞാൻ ഈ ക്രൈമിനെ പറ്റി കേൾക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തെ മതിക്കുന്നത് ഈ സൂയിസൈഡ് ചെയ്ത ആ പെൺകുട്ടിയുടെ സംഭവമാണ്. അപ്പോൾ ഇത്ര ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ആ പുരുഷൻ പോലും ധരിച്ചിട്ടുണ്ടാവില്ല. പുരുഷന് ചെറിയൊരു ലവ് അഫെയർ കാണിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയി ഒരുപക്ഷേ സൂയിസൈഡ് ചെയ്താലും ഞാൻ കല്യാണം കഴിച്ചു തന്നെയായിരുന്നു ചിലപ്പം. മനസ്സിലാവുന്നുണ്ട്, അത് നമുക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഏത് സീനിൽ ചെല്ലുമ്പോഴും ഞാൻ ആ മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കും. അപ്പോൾ പല കേസിലും നമുക്കൊരു പ്രതിയെ പിടിച്ചിട്ട് വിക്ടിമിന് നീതി കൊടുക്കാൻ പറ്റുകയില്ല. നിയമത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് പല കേസിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു നീതി കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പോലീസിൻ്റെ ചക്രവട്ടത്തിനകത്ത് നിന്നുകൊണ്ട് പോലീസിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുള്ളൂ.